ഹലോ ഫ്രണ്ട്സ്, യു കെയിലെ ഒരു രണ്ടാമത്തെ കുടിയേറ്റം ഏകദേശം ഒരു 2000 മുതൽ ഒരു 2008 വരെയുള്ള ആ ഒരു സമയങ്ങളിൽ യു കെയിലേക്ക് ധാരാളം നേഴ്സസ് ഇവിടെ എത്തിച്ചേർന്നു. ആ ഒരു സമയത്ത് യു കെയിലേക്ക് വന്നിട്ടുള്ള ഈ നേഴ്സസിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോലി ചെയ്തിരുന്നത് നേഴ്സിംഗ് ഹോമുകളിലായിരുന്നു. കാരണം ആ ഒരു സമയത്ത് IELTS അല്ലെങ്കിൽ OET എന്ന് പറയുന്ന ഒരു പരീക്ഷ ആ ഒരു സമയത്ത് ഇല്ലായിരുന്നു. IELTS ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5.6 ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ യു കെയിലേക്ക് വരാനായിട്ട് സാധിക്കുമായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ നേഴ്സിംഗ് ഹോമുകളിൽ വന്നിട്ട് ഒരു 6 മാസത്തെ അഡാപ്റ്റേഷനൊക്കെ ചെയ്തതിന് ശേഷമായിരുന്നു അവർക്ക് പിൻ നമ്പർ ലഭിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു ബിഗിനിങ് സ്റ്റേജിൽ ഒരു 2005 സമയങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് കിട്ടിയിരുന്ന ഒരു സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു £4.80 5 പൗണ്ടിന് താഴെയായിരുന്നു അവർക്ക് ഇവിടെ ഒരു കെയർ അസിസ്റ്റൻ്റായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവർക്ക് ലഭിച്ചിരുന്ന ഒരു ശമ്പളം എന്ന് പറയുന്നത്. ഇപ്പോൾ 2024 വരുമ്പോൾ ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്ന ഈ ഒരു കെയർ മേഖലയിൽ ജോലി ചെയ്യുന്ന, അതായത് ഈ ഒരു ഡൊമസ്റ്റിക് കെയർ അല്ലെങ്കിൽ കെയർ ഹോമുകളിൽ അല്ലെങ്കിൽ ഈ ഒരു റെസിഡൻഷ്യൽ കെയർ ഹോമുകളിലൊക്കെ ജോലി ചെയ്യുന്ന ഇവിടുത്തെ കെയർ സ്റ്റാഫിന്, അത് കെയർ അസിസ്റ്റൻ്റായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഇപ്പോൾ ലഭിക്കുന്ന ഒരു മിനിമം വേതനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെയിലെ ഇപ്പോൾ 2024 ഏപ്രിൽ മാസത്തിൽ ഗവൺമെൻറ് ഇപ്പോൾ പുതുതായിട്ട് കൊടുക്കുന്ന £11.44 ആണ്. നമുക്കറിയാം 2000-നെ അപേക്ഷിച്ച് 2024 വരുമ്പോൾ ഇവിടുത്തെ എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഹൈ ആയിരിക്കുന്നു. ഇൻഫ്ലേഷൻ റേറ്റ് കുറഞ്ഞിട്ട് പോലും ഇപ്പോഴും നമ്മൾ സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ പഴയ ആ ഒരു റേറ്റിൽ തന്നെയാണ്. അല്പം കൂടി കൂടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. ഒരു കാരണവശാലും ഒരു 2 പെൻസ് പോലും ഒന്നിന് പോലും കുറഞ്ഞിട്ടില്ല. ഇൻഫ്ലേഷൻ റേറ്റ് താഴ്ന്ന് പണ്ടത്തെ രീതിയിലേക്ക് വന്നപ്പോഴും സാധനങ്ങളുടെ വിലയൊന്നും കുറയുന്നില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് കേരളത്തിൽ നിന്ന് ഉൾപ്പെടെ കഴിഞ്ഞ ഒരു 2 വർഷമായിട്ട് ധാരാളം ഇതുപോലെയുള്ള ഡൊമസ്റ്റിക് കെയർ വിസകളിലും അതുപോലെ തന്നെ നേഴ്സിംഗ് ഹോമുകളിലേക്കും വിസകൾ ലഭിച്ച് ധാരാളം കെയറേഴ്സാണ് ഇപ്പോൾ യു കെയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും ഒരു പുതിയ വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിൽ മാത്രം ജോലി ചെയ്യുന്ന ഏകദേശം 4 ലക്ഷത്തോളം കെയർ വർക്കർമാർ ഇവിടെ ഒരു ആട് ജീവിതമാണ് നയിക്കുന്നത് എന്നാണ്. നമ്മൾ അത് പറയുമ്പോൾ ഈ ഒരു കെയർ മേഖലയിൽ ജോലി ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യക്കാരോ അല്ലെങ്കിൽ ഏഷ്യൻസോ മാത്രമല്ല, നല്ലൊരു ശതമാനം ഇംഗ്ലീഷുകാരും ആ ഒരു മേഖലയിൽ കെയർ വർക്കർമാരായിട്ട് ജോലി ചെയ്യുന്നു. ഈ ഒരു കെയർ ഹോമുകളിലേക്ക് ഇംഗ്ലീഷുകാരെ ആകർഷിക്കുന്ന ഒരു പ്രധാന ഘടകം എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ അവർക്ക് വലിയ പഠിത്തമോ ഒന്നും ഇല്ലെങ്കിൽ പോലും പെട്ടെന്ന് ഈ ഒരു ജോലി ലഭിക്കുന്ന ആ ഒരു മേഖലയാണ് ഈ ഒരു കെയർ ഹോമുകൾ അല്ലെങ്കിൽ റെസിഡൻഷ്യൽ ഹോമുകൾ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് കെയർ സെറ്റപ്പുകളെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ധാരാളം ഇംഗ്ലീഷുകാരാണ് അവിടെ ജോലി ചെയ്യുന്നത്. പക്ഷേ അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെയധികം പരിതാപകരമാണ്. കാരണം യു കെയിലെ ഇപ്പോഴത്തെ മിനിമം വേജ് എന്ന് പറഞ്ഞാൽ £11.44 ആണ്. ഇംഗ്ലണ്ടിലാണ് ഇതിലെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഇപ്പോഴും അഫക്റ്റ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 4 ലക്ഷത്തോളം കെയർ വർക്കർമാർ വളരെയധികം സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യമാണ് ഇപ്പോഴും പുറത്തു പോയിരിക്കുന്നത്. അതിൽ ഇൻക്ലൂഡ് നമ്മളുടെ കേരളത്തിൽ നിന്ന് വന്നിരിക്കുന്ന മലയാളികളും ഇന്ത്യക്കാരും എല്ലാവരും തന്നെ ഉൾപ്പെടുന്നുണ്ട്. ഇപ്പോൾ NHS ഒന്ന് മാറ്റി നിർത്തുകയാണെങ്കിൽ ഏകദേശം ഒരു 1.5 മില്യൺ കെയർ വർക്കർമാരാണ് യു കെയിൽ ആകെ ജോലി ചെയ്യുന്നത്. അതിൽ ഏകദേശം ഒരു 4 ലക്ഷത്തോളം ആൾക്കാർ ഇംഗ്ലണ്ടിൽ മാത്രമാണ് ജോലി ചെയ്യുന്നത്. ഇപ്പോൾ NHS ഹോസ്പിറ്റൽ നമ്മൾ അറിയാം ജോലി ചെയ്യുന്ന ഈ ഒരു കെയർ അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ സീനിയർ കെയർമാർ എന്ന് പറയുന്ന ആൾക്കാർ കുറച്ചുകൂടി ശമ്പളം അവർക്ക് ലഭിക്കുന്നുണ്ട്. കാരണം ഇവിടുത്തെ ഒരു നാഷണൽ ലിവിങ് വേജിനെക്കാട്ടിൽ എബവ് ആണ് അവർക്ക് കിട്ടുന്ന ഒരു സാലറി. പക്ഷേ ഈ ഒരു കെയർ വർക്കർമാരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഇപ്പോൾ കേരളത്തിൽ നിന്നൊക്കെ വന്നിരിക്കുന്ന ആൾക്കാർ 15-20 ലക്ഷം രൂപയൊക്കെ മുടക്കിയിട്ടാണ് ഇതേപോലെയുള്ള കെയർ ഹോമുകളിലേക്കും അല്ലെങ്കിൽ ഡൊമസ്റ്റിക് കെയർ വിസകളിലൊക്കെ വന്നിട്ട് ജോലി ചെയ്യുന്നത്. അവർക്ക് കഷ്ടിച്ചിപ്പോഴും കിട്ടുന്നത് പറഞ്ഞാൽ £11.44 ആണ്. പക്ഷേ ഈ ഒരു £11.44 പോലും പല കെയർ ഹോമുകളും അവർക്ക് കൊടുക്കാനായിട്ട് അവർ വളരെയധികം ഇപ്പോഴും ബുദ്ധിമുട്ടുന്നു. കാരണം അവർക്ക് കിട്ടുന്ന സർക്കാരിൽ നിന്ന് കിട്ടുന്ന ആ ഒരു എമൗണ്ട് എന്ന് പറഞ്ഞാൽ പണ്ട് കിട്ടുന്ന അതേ ഒരു സെയിം ഒരു എമൗണ്ടാണ്. അവരത് കൂട്ടാനായിട്ട് പറയുന്നുണ്ടെങ്കിലും പക്ഷേ ഇതുവരെ അവർക്കത് കൂട്ടിക്കിട്ടാത്തത് കൊണ്ട് തന്നെ അവർക്ക് അവരുടെ എംപ്ലോയീസിന് ഈ ഒരു £11.44 കൊടുക്കാനായിട്ട് അവർ ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ അവർ കണ്ടിരിക്കുന്ന ഒരു ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയീസിനെ കുറയ്ക്കുക എന്നുള്ളതാണ്. മിക്കവാറുമുള്ള എല്ലാ കൗൺസിലും അവർ വളരെയധികം പരിതാപകരമായ അവസ്ഥയിൽ കൂടിയാണ് കഴിഞ്ഞു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 1800ഓളം കെയർ ബെഡുകൾ അവർ ഇപ്പോഴ് ക്യാൻസലാക്കി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇപ്പോഴേ ഇലക്ഷൻ വരികയാണ്. ഈ ഒരു ഇലക്ഷൻ വരുന്ന സമയത്ത് മാത്രമാണ് എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കുക. നമുക്കറിയാം ബോറിസ് ജോൺസൺ ഇവിടെ പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹം ഈ ഒരു കെയർ വർക്കർമാരുടെ സാലറി കൂട്ടുമെന്നുള്ളൊരു കാര്യത്തിൽ അദ്ദേഹം ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ ബോറിസ് ജോൺസന്റെ സ്ഥാനം പോവുകയും അതിനുശേഷം ലിസ്ട്രസും ഇപ്പോൾ നമ്മുടെ ഋഷി സുനക് വന്നെങ്കിൽ പോലും വലിയ ഒരു രീതിയിലുള്ള സാലറി ഇൻക്രിമെൻ്റ് ഒന്നും തന്നെ അവർക്ക് ലഭിച്ചില്ല. ഇപ്പോൾ ഇംഗ്ലണ്ടിലെ ഒരു നാഷണൽ ലിവിങ് മിനിമം വേജ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു £12 വരുന്നത്. ആ ഒരു സ്ഥാനത്താണ് ഈ ഒരു 11.44 നമുക്ക് ലഭിക്കുന്നത്. ജീവനക്കാരുടെ ഈ ഒരു ക്യാമ്പയിൻ ഗ്രൂപ്പ്
ഇപ്പോൾ യു കെയിൽ ഇനിയിപ്പോൾ ഏതൊരു ഗവൺമെൻറ്റാണ് വരുന്നതെങ്കിലും ഇനിയിപ്പോൾ കൺസർവേറ്റീവ് ആണോ അല്ലെങ്കിൽ ലേബർ ആണോ ആര് വന്നു കഴിഞ്ഞാലും മിനിമം അവർക്ക് ഒരു 3 പൗണ്ടെങ്കിലും കൂടുതൽ കൊടുക്കണമെന്നാണ് ലേബർ ഗവൺമെൻറ് അവരുടെ പുതിയ മാനിഫെസ്റ്റോ പുറത്തുവിടാനായിട്ട് പോകുന്നു. അപ്പോൾ അവരതിൽ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം യു കെയിൽ ഉടനീളം അവർ ഈ ഒരു കെയർ വർക്കർമാർക്ക് 12 പൗണ്ട് സാലറി കൊടുക്കും എന്നതാണ്. അപ്പോൾ എന്തായാലും യു കെയിൽ ജോലി ചെയ്യുന്ന കെയർ വർക്കർമാരുടെ കാര്യത്തിൽ ആ ഒരു ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്കറിയാം ഒരു 80% ലേബർ ഗവൺമെൻറ് ആയിരിക്കും ഇനിയിപ്പോഴെ ഭരണത്തിൽ വരുന്നത്. അപ്പോൾ അങ്ങനെ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ പുതിയ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ 12 പൗണ്ട് ഈ ഒരു കെയർ വർക്കർമാർക്ക് ലഭിക്കും. യു കെയിൽ നമ്മൾ നോക്കുമ്പോൾ ഏകദേശം ഒരു 1.5 മില്യൺ കെയർ വർക്കർമാരാണ് NHS ഹോസ്പിറ്റലിലും അതേപോലൊക്കെ ഈ ഒരു നഴ്സിംഗ് ഹോമിലും ഡൊമസ്റ്റിക് കെയറിലും എല്ലാമായിട്ട് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. ലേബർ ഗവൺമെൻറ് അധികാരത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇപ്പോഴത്തെ ഇംഗ്ലണ്ടിലെ ഒരു നാഷണൽ ലിവിങ് വേജ് ഒക്കെ നോക്കുമ്പോൾ ഏകദേശം ഒരു 12 പൗണ്ടിന് അടുത്താണ്. അപ്പോൾ ആ ഒരു സാലറി ലഭിക്കാനുള്ള സാധ്യതകൾ ഇനിയിപ്പോൾ തുറന്ന് കൊടുത്തിരിക്കുന്നു. ലണ്ടനിലെ ഒരു നാഷണൽ ലിവിങ് മിനിമം വേജ് നമ്മൾ നോക്കുകയാണെങ്കിൽ 13 പൗണ്ട് 15 പെൻസ് ആണ്. പക്ഷേ ഏകദേശം ഒരു 80% ആൾക്കാർക്കും അതിന് താഴെയുള്ള ഒരു വേതനമാണ് ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. യു കെയിലെ മറ്റൊരു പ്രധാന പാർട്ടിയായ ലിബറൽ ഡെമോക്രാറ്റ്സ് പറയുന്നത് 2 പൗണ്ട് എങ്കിലും ഇപ്പോൾ കിട്ടുന്ന സാലറിയെക്കാട്ടിൽ കൂടുതൽ ഇനിയിപ്പോൾ ഈ ഒരു കെയർ വർക്കർമാർക്ക് കൊടുക്കണമെന്നാണ്. ഇനിയിപ്പോൾ ഏത് ഗവൺമെൻറ്റാണ് അധികാരത്തിൽ വരുന്നതെങ്കിലും ഇപ്പോഴേ ഒരു 11.44 ആണെങ്കിൽ ഒരു 13.46 ഒരു 14 പൗണ്ടിന് അടുത്തുള്ള ഒരു സാലറി ആയിരിക്കണം ഇനിയിപ്പോൾ ഈ കെയർ വർക്കർമാർക്ക് കൊടുക്കുന്നത്. എങ്കിൽ മാത്രമേ അവരുടെ ജീവിതം കുറച്ചുകൂടി മെച്ചപ്പെടുകയുള്ളൂ എന്നാണ്. ഏതൊരു ഗവൺമെൻറ് ആണെന്നുണ്ടെങ്കിലും ഇതിനുവേണ്ടി ഏകദേശം ഒരു 415 മില്യൺ പൗണ്ടോളമാണ് ഈ കെയർ വർക്കർമാരുടെ അധിക സാലറിക്ക് വേണ്ടി ചിലവാകുന്നത്. അത് നമ്മളുടെ ടാക്സും മറ്റു കാര്യങ്ങളുമൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു 330 മില്യൺ പൗണ്ടോളം ഇപ്പോഴത്തെ ഗവൺമെൻറ്റിന് ആവശ്യമായിട്ട് വരും. അങ്ങനെ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഗവൺമെൻറ് ഇതിനു വേണ്ടിയിട്ട് വലിയൊരു ബഡ്ജറ്റ് മാറ്റി വച്ചെങ്കിൽ മാത്രമേ ഈ ഒരു കെയർ വർക്കർമാരുടെ ജീവിതം കുറച്ചുകൂടി മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കത്തുള്ളൂ. എന്തായാലും ഈ ഒരു 4 ലക്ഷത്തോളം വരുന്ന ഇംഗ്ലണ്ടിലെ കെയർ വർക്കർമാരുടെ ജീവിതം കുറച്ചുകൂടി മെച്ചപ്പെടാനായിട്ട് പുതുതായിട്ട് വരുന്ന ഗവൺമെൻറ് സഹായിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതിലേക്ക് എല്ലാവർക്കും വീണ്ടും നന്ദി, നമസ്കാരം.